കൂടെ നീയില്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയ കനവായി നീ. ഹലോ, അപ്പൊ ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് ചില ചേട്ടായിക്ക് ഞാൻ അങ്ങനെ സർപ്രൈസ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വില വിട്ടുള്ളൊരു സംഭവം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരനെ അറിയത്തില്ല ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ വാങ്ങിച്ചിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ അവര് അച്ഛനും മോനും റൂമിനകത്താണ്. AC ഇട്ടേക്കുന്നോണ്ട് അതിന്റെ അകത്ത് കതക് അടച്ച് വെച്ചേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അടുക്കളയിൽ പോയി നിന്ന് എടുക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഡോർ അടച്ച്, അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇവിടെ ഇരുന്നെങ്കിൽ എടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ സംസാരിക്കുന്നത് വലുതായിട്ട് കേൾക്കാൻ പറ്റില്ല. അതിനകത്ത് റിച്ചൂട്ടൻ ബഹളം വെച്ചാൽ പിന്നെ വേറെ ഒരു കാര്യങ്ങളും കേൾക്കാനൊന്നും പറ്റില്ല. വാങ്ങിച്ചേക്കുന്നതെന്ന് വെച്ചാല് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും എന്നാണ് വാങ്ങിച്ചതെന്ന്. ഒരു iPad ആണ് വാങ്ങിച്ചത്. ഇടയ്ക്ക് എനിക്ക് തോന്നി ഡോറ് തുറക്കാൻ പോവാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അടച്ച്. അപ്പൊ iPad ആണ് വാങ്ങിയത്. ഇതിപ്പോ വാങ്ങിക്കാനുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തിൽ കൂടുതലായി. 6ാമത്തെ വർഷമാണ്. അപ്പൊ അന്ന് തൊട്ടേ നമ്മള് ഓരോരോ ഫോണുകൾ മാറി മാറി റെഡ്മി ആയിട്ട് ഐഫോണിന്റെ അതിന് ഏറ്റവും കുറഞ്ഞത് അങ്ങനെ അങ്ങനെ വന്നിട്ടാണ് ഇപ്പൊ 2.5 വർഷം മുമ്പ് ഒരു ഐഫോൺ വാങ്ങിച്ചത്. അതും നമ്മള് മറ്റേ ലോൺ ഇട്ടിട്ടാണ് വാങ്ങിയത്. ആ ലോൺ ഇട്ടിട്ട് വാങ്ങിയത് നമ്മുടെ സിറ്റി മൊബൈലിനാണ് കേട്ടോ. 2.5 വർഷമായി ഇപ്പം ഐഫോൺ വാങ്ങിയിട്ട്. അപ്പൊ അന്ന് തൊട്ടേ, അതായത് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഇപ്പൊ എന്നീ നിമിഷം വരെയും നമ്മൾ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ചോദിക്കും, നിങ്ങൾ ഏതിൽ ഇട്ടിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്, ലാപ്ടോപ്പിലാണോ ആപ്ലിക്കേഷനെ യൂസ് ചെയ്യുന്നതൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ പറയും അല്ല, നമ്മൾ ഫോണിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. ചേട്ടായി ഭയങ്കര ആഗ്രഹമാണ് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണം. നമ്മൾ ഗൾഫിലായിരുന്ന സമയത്ത് നമ്മള് ലുലുവില് പോയിട്ട്, ഇപ്പൊ ലുലുവിലുള്ളവർ കാണുന്നുണ്ടോന്ന് എനിക്കറിയണ്ട, ലുലുവിലുള്ളവർക്ക് അറിയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലുലുവിലോട്ട് ചെല്ലും, ഇലക്ട്രോണിക് സെക്ഷനിൽ കയറും, അവിടുത്തെ വിലയൊക്കെ നോക്കും. ചുമ്മാ ഒരു സുഖം, മനസ്സുഖം. വാങ്ങിക്കത്തൊന്നും ഇല്ല, നമ്മൾ അവിടെ വില തിരക്കും, അങ്ങ് വരും. ചേട്ടായി ഇപ്പൊ ഒരാഴ്ചയായിട്ട് എന്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു. പണ്ട് ഞാന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ആഗ്രഹം കൊണ്ടിട്ട് എവിടെ ഷോപ്പിൽ നിന്ന് അങ്ങനത്തെ കമ്പ്യൂട്ടർ വാങ്ങി 2 ദിവസം യൂസ് ചെയ്തപ്പോഴത്തേക്ക് അത് ഹാങ് ആയിട്ട് പിന്നെ വർക്ക് ആയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ലാപ്ടോപ്പിന്റെ വില നോക്കുന്നു, ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഐപാഡിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. 5th ജനറേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ നമ്മളുടെ ഈ ഫോണിന്റെ EMI കഴിഞ്ഞു. 2.5 വർഷമായി എടുത്തിട്ട്, 2 കൊല്ലം കൂടെ കഴിഞ്ഞു. ഇപ്പൊ ഒരു 6 മാസം ആവും കഴിഞ്ഞിട്ട്. സിറ്റി മൊബൈൽ, സിറ്റി മൊബൈൽ, നിയാസൊക്കെയാണ് നമുക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ലോൺ അവിടെ നിന്ന് തന്നെയാണ് EMI ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് തന്നെ. മെയിൽ ID ആയിട്ട് കണക്ട് ആയി കിടക്കുന്ന എന്താന്ന് പറഞ്ഞാ ചേട്ടാ, എന്ത് കാണിച്ചാലും അതെല്ലാം എന്റെ ഫോണിലും കണക്ട് ആവും. അതിനിപ്പോ ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും അതില് നമ്പർ എല്ലാം എന്റെലോട്ടും വന്ന് സേവ് ആയിട്ട് കിടക്കും. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ തപ്പി നോക്കി, ഇക്കാരുടെ നമ്പർ ഉണ്ടോന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്പർ ഉണ്ട്. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് എങ്ങനെ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ ഒരു വലിയ കാശില്ല. അപ്പൊ ഇക്കാരന് നമുക്ക് ഈ ഐഫോൺ വാങ്ങിയ ഒരു EMI കിട്ടുമല്ലോ, അല്ല EMI ലോൺ ആയിട്ട് കിട്ടും, അതെനിക്കറിയാം. അപ്പൊ അങ്ങനെ വല്ലതും കിട്ടുമോന്ന് ചോദിച്ചാൽ പറഞ്ഞ് വാ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാന്ന്. പക്ഷേ ചേട്ടായിയുടെ കൂടെ 24 കണക്കും വേതാളം പോലെ ഞാൻ ഉള്ളതുപോലെ ചേട്ടായി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ ഞാൻ ഇല്ലാത്ത ചിലപ്പോഴൊക്കെ ചെറുകീഴ് പോവാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാറുണ്ട്. എങ്ങനെങ്കിലും ചേട്ടായിനെ ഇവിടുന്ന് ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് ഓട്ടിക്കണം. 3-4 ദിവസം, 3 ദിവസം ഒരു 5-6 ദിവസമായി കാണാം. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴത്തേക്ക് ചേട്ടായി ചിറങ്ങിയിൽ പോയി. അമ്മ വിളിച്ച്, അങ്ങനെ ചേട്ടായി ചിറങ്ങിയിൽ പോയി. ഞാൻ പോയില്ല കൂടെ. ചെറുതായിട്ടൊന്ന് ഡോർ തുറന്ന് വന്ന് റിച്ചൂട്ടൻ വന്നിട്ട് ഇപ്പൊ പോയേട്ടാ. അപ്പൊ ചേട്ടായി ചിറങ്ങിൽ പോയി. അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ചാടി ഒരു ഓട്ടോ കിട്ടി, അതിൽ കയറി പോയി. ഇക്കാന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ പറഞ്ഞ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ലോൺ കിട്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. അപ്പൊ ആദ്യം ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നെ വേറൊരു ഇതിന്റെ ലോൺ നോക്കിയപ്പോഴത്തേക്ക് സെറ്റ്.
കിട്ടും. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഇത് എനക്ക് ഞാൻ ഈ 5th ജനറേഷൻ അങ്ങനെ എന്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് 15-ാം തീയതി പുതിയൊരെണ്ണം ഇറങ്ങുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കാര്യം പുതിയതാണല്ലോ. അപ്പൊ അത് നിങ്ങളെ വീഡിയോ ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഒക്കെ ആണ്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ 15-ാം തീയതി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഇന്നലെ ലോണൊക്കെ ഓക്കെ ആക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് മിനിങ്ങാന്ന് ഇക്ക വിളിച്ചിട്ട് പറഞ്ഞ് നാളെ വരും, വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇന്നലെ പോവാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം ചേട്ടായി കൂടെ ഉണ്ട്. പിന്നെ ഇന്നലെ നൂലിട്ടായിരുന്നു, നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടാവും. പിന്നെ വൈകുന്നേരം ആയപ്പോ മഴയായി, പോയില്ല. ഇന്ന് രാവിലെയും ഞാൻ എങ്ങനെങ്കിലും പോണല്ലോ, ഇവിടെ നിന്ന് എങ്ങനെ പോകും, ഒരു വഴിയില്ലാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അമ്മ എന്തോ ഒരു ആവശ്യത്തിന് വാന്ന് പറഞ്ഞ് അങ്ങനെ പോയി ആ സെക്കൻഡിൽ ഞാൻ റെഡി ആയിട്ട് വെളിയിൽ ചെന്നപ്പോ ഒരു ഓട്ടോ കിട്ടി. അപ്പോഴേ ചാടിക്കറി പോയി വാങ്ങിച്ചോണ്ട് വന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു അലമാരിക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കൊടുത്താലോ, എന്തായിരിക്കും എന്താണ് എനിക്ക് തന്നെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അപ്പൊ നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. എന്താണ് പ്രതികരണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ഒരു പൈസ കൊടുത്തിട്ടില്ല, പുള്ളിക്കാരയുടെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേക്കും, എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കും. അതൊക്കെയാണ് പരിപാടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇതിപ്പോ ലോൺ സെറ്റ് ചെയ്ത് കൊടുത്താ അടയ്ക്കട്ടെ, അതിനുള്ള വഴി കണ്ടുപിടിക്കും. അപ്പൊ നമുക്കൊന്ന് കൊടുത്തു നോക്കിയാലോ. ഹലോ, ഹായ്. എന്താണ് പരിപാടി? പരിപാടിയൊന്നുമില്ല, അവിടെ തുണി തുണി ഇടണല്ലേ. സാധാരണ മൊബൈൽ ഓൺ ആക്കല്ലേ മോനെ. സാധാരണ സാധാരണ ഞാൻ തുണി കഴുകാറില്ല, അതിന് ഭയങ്കര പരാതിയാണ്. പിന്നെ അല്ലാണ്ട് ഇന്ന് എനിക്ക് തോളൊട്ടും വയ്യ. അതുകൊണ്ട് എന്റെ അടുത്ത് തുണി കഴുകാൻ പറഞ്ഞേക്കും. വേറെ ഒന്നുമില്ല, ഇത് എടുത്തിട്ടേക്കും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറക്കിയിരുന്നു, അത്രേ ഉള്ളൂ. മോനെ ഫോൺ ഓഫ് ആക്കും. സമയം തീർന്നു പോവും. ആണ്ട് സമയം പ്ലീസ്. ABCD പറക്ക്. ഇതാ അക്ഷരമുള്ളത്. ഇതാ ഇത് സി എവിടെയെന്തോ നീ സി എവിടെ കൊണ്ടാക്കി? അതെ, ഡി ആണ്. എസ് ചേട്ടായി കൂടെ നീലെങ്കിൽ പൈസ ഇനി ഒരു പൂ മാത്രം ചോദിച്ചു, പൂക്കാലം നീ തന്നു, തഴുകും പ്രണയ കനവായി. ഫ്രീ ആയിട്ട് തന്നു എനിക്ക്. സത്യാണ്, ഒരു പൈസ കൊടുത്തിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു വെച്ചോക്ക്. ചുമ്മാ എന്ത് റിച്ചോട്ടാ ഉണ്ടായിരിക്കണേ. എന്താടെ ഞാൻ ഒരു പൈസയും കൊടുത്തിട്ടില്ല, ചേട്ടാ വേണം കൊടുക്കാൻ കേട്ടാ. ഹലോ, ചേട്ടാ വേണം പൈസ കൊടുക്കാൻ. 3700 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കണം. ഇന്നലെ ഇറങ്ങിയതാട്ടാ പുതിയത്. അയ്യോ, റിച്ചൂട്ടൻ പിണങ്ങിയിരിക്കണ്. അയ്യോ, അതെന്തിനാ പിണങ്ങിയത്? പാവയ്ക്കും കൂടെ ഉള്ളതാണ്, നോക്കിക്കോ. അച്ഛനും പാവയ്ക്കും കൂടെ ഉള്ളത്. അയ്യോ, അത് പിണങ്ങിയ റിച്ച കുഞ്ഞേ. അച്ഛനെ അമ്മയുടെ അടുത്ത് നിന്നാണ് പറഞ്ഞേ, അച്ഛൻ്റെ കമ്പ്യൂട്ടർ വേണം വീഡിയോ എഡിറ്റ് ചെയ്യാന്. അപ്പോഴത്തേക്കേ അമ്മ പറഞ്ഞേ ഇങ്ങോട്ട് നോക്കേ. അമ്മ പറഞ്ഞേ
അമ്മേനെ പൈസ ഇല്ല. എന്നിട്ട് ഇഷ്ടപ്പെട്ടാ? തുറന്നു നോക്കാം മനുഷ്യ. ഓപ്പൺ ചെയ്യൂ. എന്റെ കയ്യൊക്കെ നിറയും. എന്നെ നോക്കിട്ട് വെള്ളം കുടിക്കണം. ഞാനും പറയാ വരും. ഫസ്റ്റ് എനിക്ക് വെള്ളം കുടിക്കണം, എന്നിട്ട് ഞാൻ തുറക്കണുള്ളൂ. എനിക്ക് ചുണ്ടൊക്കെ വരണമെന്ന്. ട്രിപ്പിടേണ്ടി വരുമോ? അവരുടെ ആളെ ഭയങ്കര അതുകൊണ്ടാണ് പിണങ്ങി. ഞാൻ വിചാരിച്ചില്ല പിണങ്ങുന്ന്. റിച്ചുമോനെ ഒരു കാര്യം ചെയ്യാം. ബാക്കി നാളെ ഒരു ഫോൺ അടുത്ത് തന്നെ പറയാം. പഴയ ഡെമ്മി ഫോൺ ഉണ്ടല്ലോ. അപ്പൊ നാളെ ഒരു പുതിയ ഫോൺ. നാളെ വാങ്ങി ഈ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചോണ്ടിരിക്കാം പുതിയ ഫോൺ. ഓക്കെ, ഇന്നിപ്പോ കട അടച്ചു, നാളെ രാവിലെ വാങ്ങിച്ചോണ്ടിരിക്കാം. ഓക്കെ 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 ആണ്. അപ്പൊ രാവിലെ വാങ്ങിച്ചോണ്ട് തരാടി, നാളെ രാവിലെ വാങ്ങിച്ചോണ്ട് തരാടി. എന്തിന് ഒരു ഐപാഡ് കിട്ടി വെള്ളം കുടിക്കണ ലോകത്തിലെ ആദ്യത്തെ ആള്. ഓപ്പൺ ചെയ്യാം. ഇനി വാ, ഓപ്പൺ ചെയ്യാം. ഇതിന്റെ സൗണ്ട് കേൾക്കണേന്റെ കൂട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പട്ടിയെ പോലെ അവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചാർജിങ് കേബിള്, ചാർജർ ഓണാക്കി വെക്കട്ടെ. ഇപ്പൊ തീരുമാനാവും. അപ്പൊ ഇതിന്റെ സെറ്റപ്പ് ചെയ്തിട്ട് ഇഷ്ടമായോ? ഒരാൾക്ക് സന്തോഷവും ഒരാൾക്ക് പിണക്കവും. ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ? ബാവയ്ക്ക് അമ്മ ടിഫിൻ ബോക്സ്, പാൽക്കുപ്പി, ബാഗ്, കൊട ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. വരുമല്ലോ പുതിയ. പിന്നെ വാട്ടർ ബോട്ടില്, നെയിം സ്ലിപ്പ്, അതും ബാവയുടെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് വരും. അച്ഛനൊന്നുമില്ലല്ലോ. കൊട, പുതിയ ബാഗ്. എടുത്തോ. അയ്യോ, അമ്മ വെള്ളം ഒഴിക്കണ സൗണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നേക്കുന്നു. അപ്പോഴേ ഞാൻ ഫ്രണ്ട് ക്യാമറ കേട്ടാ. ഇവിടെ ഒരാള് ഭയങ്കര കരച്ചില്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയണം. കുറെ നാളായിട്ട് പറയണം വിചാരിച്ചിട്ട് പിന്നെ വിട്ടുപോയ ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാല് അനിയന്റെ കല്യാണത്തിന് നമ്മളെ പേഴ്സണൽ ആയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണമല്ലോ. നമുക്ക് രണ്ടുപേർക്കും പറ്റത്തില്ല. അല്ല, എനിക്ക് പറ്റും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചേട്ടായുടെ ഫോൺ അതിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വിളിക്കും. എന്റെ അടുത്ത് കാണത്തില്ലല്ലോ, ഓരോരുത്തരൊക്കെയല്ലേ. അപ്പോൾ ഒരുപാട് ക്യാമറാമാൻമാരെയൊക്കെ തിരക്കിയൊക്കെ നോക്കി വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിട്ട് നോക്കി. ക്യാമറ റെന്റ് എടുത്തിട്ട് ആരെങ്കിലും കൊടുത്ത് പയ്യന്മാരെ ആരെങ്കിലും കൊടുത്ത് എടുക്കാന്നൊക്കെ വിചാരിച്ച് DSLR ക്യാമറയൊക്കെ എടുത്ത് വേറെ പരിചയമില്ലാത്ത പയ്യന്മാരെ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ഐഫോൺ. അങ്ങനെ ഞാൻ നിയാസിക്കടുത്ത് ചോദിച്ച് ഐഫോൺ എങ്ങനെ റെന്റ് വല്ലതും ഉണ്ടാകുന്നു. അപ്പോഴും ഒരു ഇതും ഇല്ലാതെ എനിക്ക് എൻ്റെ ഒരു സ്നേഹബന്ധത്തിന്റെ പുറത്ത് എനിക്ക് ഒരു 2 ദിവസത്തേക്ക് ഒരു ഐഫോൺ തന്നായിരുന്നു, 13 Pro Max. എടുത്തോ, കുഴപ്പമൊന്നുമില്ല, കൊണ്ടോക്കോ, വീഡിയോ എടുത്തോളാൻ പറഞ്ഞ് ഒരുപോലെ വാങ്ങിച്ചിട്ടില്ല. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല എന്നുള്ള എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ആ ഒരു സംഭവം കൂടെ ഇപ്പം പറയണമെന്ന് തോന്നി. കാര്യം ഞാൻ ഫുള്ളി എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്തായി. അപ്പൊ എന്തായാലും ഈ വീഡിയോ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇതിലായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. കാര്യം ഇതിനകത്ത് ഞാനിപ്പം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോണിനകത്താണ്. ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്ന ഈ ഫോണിനകത്താണ്. അപ്പം ഓക്കെ, താങ്ക് യു.
പിണക്കം മാറ്റാം. ആ പിന്നെ എല്ലാ മാസവും 3700 വെച്ച് അടയ്ക്കണം കേട്ടോ. അതിന്റെ ഉള്ള കാര്യങ്ങളും കൂടെ ചെയ്ത് കാണണം.